നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കാണ്. പോകുന്ന വഴികളിലെല്ലാം കാളവണ്ടികളിൽ നിറയെ കരിമ്പുമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് ഒരുപാട് ഷുഗർ ഫാക്ടറികളുണ്ട്. വഴിയിൽ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയതാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനെ തടി കൊണ്ടുള്ള സംഭവം കണ്ടിട്ടില്ല. ഇന്നും രണ്ട് റോളർ പോലെയാണ്. ഇതിനിടയ്ക്കൂടെയാണ് കരിമ്പ് കയറ്റി വെച്ചിട്ട് ഇവർ ജ്യൂസ് അടിക്കുന്നത്. കണ്ടോ, ഈ തടിയുടെ ആയതുകൊണ്ട് ഇതിങ്ങനെ ഒരുപാട് അങ്ങനെ അരഞ്ഞ പോലെ വരികയില്ല കരിമ്പ്. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസ് കിട്ടും. കാരണം ഒരു എന്താ പറയുക, തൊലിയുടെ ആ ഒരു കയ്പൊന്നുമില്ലാത്ത നല്ല ജ്യൂസ് കിട്ടും ഇതിൽ. നമ്മളാകെ ഒരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ഇതിൻ്റെ വന്ന് രണ്ടെണ്ണം കൂടെ മേടിക്കേണ്ടി വന്നു ഇത് കണ്ടപ്പോൾ. State Highway 160. പക്ഷെ നിൽക്കുന്നതായിരിക്കും നിന്നുറങ്ങുവാന്ന് തോന്നുന്നു അല്ലേ. അവിടെ എന്തൊക്കെ സാധനങ്ങളല്ലേ, നമുക്ക് പേരറിയാത്ത എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അവിടെ. വെളുത്തുള്ളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അമ്പലം കണ്ടോ ആദി? രാജ്പിപ്ല എന്നാണോ സ്ഥലത്തിന്റെ പേര്? അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? Slight left onto MP Road, Gujarat State Highway 160. ഗുജറാത്തിലെ സ്റ്റേറ്റ് ഹൈവേ അല്ലേ? ആണോ? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലോട്ട് അടുക്കുന്നു അല്ലേ? സർദാർ സരോവർ ഡാം ഉണ്ടല്ലേ. സമയം 5 മണിയായി. നമ്മള് യൂണിറ്റിയിലോട്ട് പോകൊണ്ടിരിക്കുക. 5 മണിയായപ്പോ എത്തി. വണ്ടി ഇടുന്നത് എവിടെയാ? എന്താ ഏക്താ മാൾ അല്ലേ? ഗരുഡേശ്വർ അതൊക്കെ ഉണ്ടല്ലോ ഇവിടെ കാണാൻ. ഇഷ്ടംപോലെ റിസോർട്ടും ഒക്കെ ഉണ്ട് അല്ലേ? പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഏകതാ നഗറിലേക്ക് നമ്മുടെ വണ്ടികൾക്ക് പ്രവേശനമില്ല. അപ്പം ഏതെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് AC ബസ് കിട്ടും. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് അങ്ങനെയാണ് അതിന് പറയുന്നത്. ആ ബസ്സുകൾ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സൈക്കിളുകൾ ലഭ്യമാണ് കേട്ടോ. അതിന് പ്രത്യേകം ട്രാക്കുമുണ്ട്. സാധാരണ സൈക്കിൾ, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും
അത് ഒരേ റേറ്റ് തന്നെയാണ്, 250. പിന്നെ കപ്പിൾ സൈക്കിളുണ്ട്, 2 പേർക്ക് ഒരുമിച്ച് ഒരേ സൈക്കിളിൽ യാത്ര ചെയ്യാം. പിന്നെ ഇലക്ട്രിക് സൈക്കിളുണ്ട്. കപ്പിൾ സൈക്കിളിനും ഇലക്ട്രിക് സൈക്കിളിനും 400 രൂപയാണ് റേറ്റ്. സൈക്കിളുകൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വണ്ടി ഏകതാ മോളിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനാണ് കഴിയുന്നത്. കാരണം അവിടെ വലിയ തിരക്കില്ലാന്നാണ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു ബസ് കിട്ടി കേട്ടോ. ബസ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം കാത്തു നിൽക്കുകയൊന്നും വേണ്ട, എപ്പോഴും ബസ്സുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് ഫ്രീ ബസ്സാണ്, നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എന്തെല്ലാം കാണാനുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ ഫ്രീ ബസ്സിൽ പോകുവാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും കാണുവാനുള്ളത് പ്രതിമയുടെ പ്രധാന കവാടം, അവിടെ മ്യൂസിയം, ഓഡിയോ വിഷ്വൽ ഗാലറി, ലേസർ ഷോ നടക്കുന്ന ഹെലിപ്പാഡ് ഗ്രൗണ്ട് എന്നിവയെല്ലാം ഉണ്ട്. പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ്, സർദാർ സരോവർ ഡാം, ജംഗിൾ സഫാരി, ഗ്ലോ ഗാർഡൻ, കാക്ടസ് ആൻഡ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നിവയെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിതേ പ്രതിമയുടെ പ്രധാന കവാടത്തിൽ എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ ബസ് നിർത്തും, നമുക്കിവിടുന്ന് ഇറങ്ങി ഇനി ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണോ അവിടെ ചെന്ന് നോക്കണം. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ടൈം കഴിഞ്ഞിരുന്നു. അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ അടുത്ത് ഒരു ഹോം സ്റ്റേയിൽ റൂം എടുത്തു, നാളെ രാവിലെ പോയി കാണാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് പോന്നു. അങ്ങനെ നമ്മൾ റൂമിൽ കൊണ്ടുപോയി ലഗേജ് എല്ലാം വെച്ചു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിയതാണ്. ഇവിടെ ഹൈവേയിലെ ഒരു ധാബയിലാണ് നമ്മൾ കഴിക്കാനായിട്ട് കയറിയത്. ഇനിയിപ്പോൾ എന്തായാലും നാളെയല്ലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കഴിച്ച് കിടന്നുറങ്ങി, നാളെ രാവിലെ പോകാം.